ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റ്സ് ടു എവറി വൺ. ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ മെയിൻസിന് സെലക്ട് ആയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി അതിൽ സെലക്ട് ആവാത്തവർക്ക് വേണ്ടിയിട്ട് പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കിട്ടുക. ഒന്ന്, ഹാർഡ് വർക്ക് ഉണ്ടാവണം. 2 സ്മാർട്ട് വർക്ക് ഉണ്ടാവണം. മൂന്നാമത്തെന്ന് പറയുന്നത് ലക്ക് ഫാക്ടറാണ്. ലക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് ഫേസ് 1ഉം ഫേസ് 2ഉം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എന്നും, രണ്ടിനും അതിൻ്റെതായ ഒരു മീഡിയം ലെവലാണെങ്കിലും ഫേസ് 2ലുള്ളവരാണ് കൂടുതലായിട്ട് കയറാനുള്ള സാധ്യത എന്നും നമുക്ക് ഈ ലിസ്റ്റ് വന്നപ്പോൾ വീണ്ടും ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരുപാട് വിഷമം ഉണ്ടാവും, എന്നാലും എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ആയിട്ട് അടുത്ത് വരുന്ന ഡിഗ്രി എക്സാംസിനും LDCക്കും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വളരെ പ്രശ്നമായിരിക്കും. കാരണം എക്സാംസ് ഓരോ ടൈം കഴിയും തോറും എത്രത്തോളം ടഫാക്കാമെന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അവരോട് പറയാനുള്ളത്. ഓക്കെ, ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക് നമ്മൾ KPSM മെത്തേഡ് അനുസരിച്ച്, KPS എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ്, പിന്നെ എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലും വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ വീക്കാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വീക്കാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് @kiran study circle 123 എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പം നമുക്ക് സമയം കളയാതിലേക്ക് പോവാലോ. അപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസ് നമ്മളോട് പറഞ്ഞായിരുന്നു, ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? സ്വാതന്ത്ര്യം തരുന്നതായിരിക്കുമെന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരോട് പറഞ്ഞു? എന്താ പറയുക, നമ്മളോട് പറഞ്ഞു. അതേപോലെ എനിക്ക് പറയാനുള്ളത്, എക്സാക്ട്ലി ഞാൻ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ പഠിക്കുക. ഓക്കെ, സ്റ്റഡി എക്സാക്ട്ലി ആസ് ഐ സെഡ്, ഐ വിൽ മേക്ക് യു സെക്രട്ടറി അസിസ്റ്റന്റ്. ഇയാളെന്താ സുഭാഷ് ചന്ദ്രബോസ് ആണോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അല്ല. ഓക്കെ, നമ്മൾ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയാണോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതേ മോഡലിൽ വേണം പഠിക്കാൻ. നമ്മുടെ അടുത്ത് കൂടുതൽ സമയമില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് ജോലി കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സാക്ട്ലി നോക്കണം. നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, KPSM മെത്തേഡ് അനുസരിച്ച് നമ്മളൊരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് പേപ്പർ 1നും പേപ്പർ 2നും. അത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് ചാനലിൽ കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നടക്കുന്ന എന്താണെന്ന് ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പം ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു 3 കാര്യം വേണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ക്. ഇപ്പം നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ലക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എങ്ങനെ സ്മാർട്ടായി പഠിക്കുക എന്നുള്ളത് നോക്കാം. ഒരു വിഭാഗം സ്റ്റുഡൻസ്, എൻ്റെ തന്നെ സ്റ്റുഡൻസ്, ഓൾറെഡി ഡിഗ്രി പ്രിലിംസ് സമയത്ത് തന്നെ മെയിൻസിനനുസരിച്ച് പഠിച്ചവരുണ്ട്. ഓക്കെ, അവരുടെ കയ്യിൽ ഡിഗ്രി പ്രിലിംസ് മെയിൻസിന് 100 മാർക്ക് ഓൾറെഡി ഉണ്ട്. അവർ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്ക് നോർമൽ ആയിട്ടുള്ള റിവിഷനും എന്താ പറയുക, എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്കും കറണ്ട് അഫയർ പാറ്റേണും അതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് 160 കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ആരാണോ ആ മെത്തേഡ് മിസ്സായത്, അല്ലെങ്കിൽ പുതുതായിട്ട് ആരൊക്കെയാണോ വീഡിയോ കാണുന്നത്, അവരാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 160 മാർക്കാണ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. രണ്ടിലും കൂടി 160 മാർക്ക് സ്കോർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ 1ന്റെ സ്ട്രാറ്റജി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പേപ്പർ 2ന്റെ സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ കാണും. രണ്ടും കാണണം. ഓക്കെ, ഈ പ്ലാൻ എന്ന് പറയുന്നത് 6 ആഴ്ചയ്ക്കുള്ള പ്ലാനാണ്.
ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം പഠിക്കാനും അത് എക്സാക്ട്ലി പറഞ്ഞ പോലെ പഠിക്കാനും മാത്രമേ നിങ്ങളുടെ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഫാക്ട് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് നോർമൽ ഫാക്ട്, മാച്ച് ദ ഫോളോയിങ് ടൈം ലൈൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്ച്വലി അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അസേർഷൻ, റീസൺ ഉണ്ട്, അനാലിസിസ് ഉണ്ട്. അപ്പൊ ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ, മൊത്തം 6 ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരും. ഈ 6 ടൈപ്പും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റാത്ത കാരണം നോർമലി ഫാക്ട് എന്നോ സ്റ്റേറ്റ്മെന്റ് എന്നോ മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഫാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കുക, PYQ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയി പഠിക്കുക, എവിടെ നിന്നാണോ സോഴ്സ് തന്നിരിക്കുന്നത് അവിടെ നിന്ന് പഠിക്കുക. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ, വീക്കിന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് 3-3-1 ആണ്. ആദ്യത്തെ ദിവസം നമ്മൾ പേപ്പർ 1 നോക്കും, രണ്ടാമത്തെ ദിവസം പേപ്പർ 2 നോക്കും, മൂന്നാമത്തെ ദിവസം നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആയിരിക്കും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ആക്ച്വലി 2 ദിവസത്തെ എന്താണോ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. 4th ഡേ വീണ്ടും പേപ്പർ 1, 5th ഡേ വീണ്ടും പേപ്പർ 2, 6th ഡേയിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കും. എന്നിട്ട് നമ്മൾ എന്താണോ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യും, 2 ദിവസം റിവൈസ് ചെയ്യും. 7th ഡേയിൽ ഫുൾ റിവിഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ അല്ലേ, ഈ ടൈം ടേബിൾ @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞ ചാനലിൽ കിട്ടുന്നതായിരിക്കും. സാർ, അപ്പൊ കറണ്ട് അഫയേഴ്സ് സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുക. ഓക്കെ അല്ലേ, അല്ലാതെ ലോകത്തുള്ള എല്ലാ കറണ്ട് അഫയർ ബുക്കും വാങ്ങി പഠിക്കലും PSCയുടെ എല്ലാ ബുക്കും വാങ്ങി പഠിക്കലും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ സ്മാർട്ട് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് പഠിക്കണം, നല്ല ലെവലായിട്ട് പഠിക്കണം, എന്ത് ചെയ്യണം, 160 മാർക്ക് സ്കോർ ചെയ്യണം, ടോപ്പ് ആവണം. ഇത്രയും നമ്മുടെ ആഗ്രഹമുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ 4 ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്ന് ബുക്ക് 1, അതിൽ പേപ്പർ 1 നമ്മൾ KPSM മെത്തേഡ് പ്രകാരം എന്തൊക്കെയാണോ ടോപ്പിക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം ബുക്ക് 1. ബുക്ക് 2, അതായത് നോട്ട് ബുക്സ്. ഓക്കെ, ബുക്ക് 2 പേപ്പർ 2 ഡീറ്റെയിൽഡ് സ്റ്റഡിയുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. ബുക്ക് 3 കറണ്ട് അഫയർ ആയിരിക്കണം. ഇതാണ് ലാസ്റ്റ് വീക്കിലൊക്കെ ഞാൻ റിവൈസ് ചെയ്യാൻ പറയാം. അല്ലാതെ എല്ലാ ഭാഗങ്ങളും എടുത്ത് റിവൈസ് ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടാവില്ല. ചില പ്രത്യേക ടോപ്പിക്സ് ആണ് റിവൈസ് ചെയ്യാൻ പറയുക. ഓക്കെ അല്ലേ, കറണ്ട് അഫയർ റിലേറ്റഡ് സിലബസ് ആയിരിക്കണം. ബുക്ക് 4 മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനായിരിക്കണം. ഇങ്ങനെ 4 ബുക്ക് ഉണ്ടാവണം. വലിയ ബുക്ക് തന്നെ വാങ്ങുക. സിംഗിൾ ബുക്കിൽ തന്നെ നമുക്ക് ഓരോ ഭാഗവും കൊള്ളുന്ന പോലെ തന്നെയായിരിക്കണം ബുക്സ് ഉണ്ടാവേണ്ടത്. ഓക്കെ, നമ്മുടെ ചാർട്ടർ അക്കൗണ്ടൻസ് യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് ഇല്ലേ, ഓക്കെ, അക്കൗണ്ട് ബുക്ക് പോലൊരു ബുക്ക് ഉണ്ട്, കുറച്ച് വലുതായിട്ടുള്ളത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഒരു 10 ബുക്കൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതില് ബുക്ക് 3യും ബുക്ക് 1ഉം നമുക്ക് എന്ത് ചെയ്യണം, എക്സാം ഹോളിൽ കൊണ്ടുപോകണം. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ 4 ബുക്ക് കയ്യിലുണ്ടാവണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ തൊട്ടാണ്, 30/7/2025 വെനസ്ഡേ. ഓക്കെ, മോർണിംഗ് സെഷൻ നമ്മൾ എന്ത് ചെയ്തു, വെനസ്ഡേ ടു വെനസ്ഡേ ആണ് ടൈം ടേബിൾ ഉണ്ടാവുക. നെക്സ്റ്റ് വെനസ്ഡേ ആയിരിക്കും വീക്ക് 2 ഉണ്ടാവുക. മോർണിംഗ് സെഷൻ നമ്മൾ എഴുന്നേറ്റു. ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മ ഫീമെയിൽ റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ, അതായത് റാണി ഗൗരി ലക്ഷ്മിബായി, ഗൗരി പാർവതിബായി അങ്ങനെയുള്ളവരെ സ്വാതിരുന്നാൾ. സ്റ്റേറ്റ്മെന്റ് ആണ്, ഡീറ്റെയിൽ ആയി പഠിക്കണം. വായിക്കേണ്ടത് ശ്രീധരമേനോനാണ്. എല്ലാ സംഭവം എടുത്ത് വായിക്കാൻ നിൽക്കരുത്, ഇവരെ കുറിച്ച് മാത്രം. SCRT ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുക, 1 മാർക്ക് കിട്ടി. ഗാന്ധിജിയും ഫ്രീഡം സ്ട്രഗിളും എടുക്കുക. 10ാം ക്ലാസ്സിലെ SCRT ബുക്ക് വായിക്കുക. ഓക്കെ അല്ലേ, സ്റ്റേറ്റ്മെന്റ് 1 മാർക്ക് കിട്ടി. ഫ്രഞ്ച് റവല്യൂഷൻ എടുക്കുക. ഓക്കെ, NCRT തമിഴ്നാട് +1 +2 ബുക്ക് എടുക്കുക. ഓക്കെ, അതിൽ 1 മാർക്ക് വായിക്കുക. അല്ല 1 മാർക്ക് വായിക്കുക, 1 മാർക്ക് കിട്ടി. ഇത് 3ഉം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ മോർണിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നിട്ട് കറണ്ട് അഫയർ പഠിക്കുക. ബ്രിക്സ്, ഇസ്രായേൽ പാലസ്തീൻ, ഇസ്രായേൽ ഇറാൻ, റഷ്യ യുക്രൈൻ. ഓക്കെ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യ USA ബ്രിട്ടൻ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇന്ന് ന്യൂസ് വന്നിട്ടുണ്ടാവും, ഇന്ത്യയും ബ്രിട്ടനും കൂടി എന്ത് ഉണ്ടായിരുന്നു, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്തായി, റെഡിയായി. USA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് റെഡിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, TEPA ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് വിത്ത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, അത് ഓൾറെഡി എന്തുള്ള ഉള്ളതാണ്. ഓക്കെ, സോ അതിന്റെ സോഴ്സ് എവിടെന്നാ, ഗൂഗിൾ. ഓക്കെ, ഗൂഗിളിൽ നിന്ന് എന്ത് ചെയ്യാം, ഗൂഗിൾ ഇറ്റ് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് സോഴ്സ്. നമ്മൾ ഈ സോഴ്സ് എല്ലാം തരുന്നതായിരിക്കും, നിങ്ങൾ പഠിക്കണ്ടേ, അതുകൊണ്ട് അതിന്റെ സോഴ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ തരുന്നു അത് തന്നെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എഡ്യൂക്കേഷനിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എടുക്കുക. വലിയൊരു ഭാഗമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതിൽ ലാംഗ്വേജ് ഇഷ്യൂ മെയിനായിട്ട് പഠിക്കുക. എത്ര ലാംഗ്വേജ് പഠിക്കാനുണ്ട്, എത്ര പറഞ്ഞിട്ടുണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ടോ, എങ്ങനെ ലാംഗ്വേജ് പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം.
ഓക്കെ, ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ കഴിഞ്ഞതിന് ശേഷം UN ഇൻഡെക്സസ് എടുക്കുക. UN ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, വുമൺ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. UN ഡേയ്സ് എടുക്കുക. 2025 എന്തിനുള്ളതായിരുന്നു, 2024 എന്തിനുള്ളതായിരുന്നു, 2023 2025. ഓക്കെ. യുനെസ്കോയുടെ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റ്സ് 2024-25 ഇന്ത്യയിൽ നിന്ന് എടുക്കുക. UNEPയുടെ വേൾഡ് എൻവയോൺമെന്റൽ സ്റ്റോകം ഇങ്ങനെ എടുക്കുക. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ മോർണിംഗ് സെക്ഷൻ ഉച്ചയാവുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 4 മാർക്ക് ഉണ്ടാവും. ഓക്കെ, 4 മാർക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ട കാര്യം, ആഫ്റ്റർനൂൺ സെഷൻ ഭക്ഷണമൊക്കെ കഴിക്കുക. ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നില്ല, ഓൾറെഡി ഡീറ്റെയിൽ ആയി പഠിച്ചു. ഇനി എല്ലാം ഫാക്റ്റ് ആണ്. വൈറ്റമിൻസ് ആൻഡ് ദയർ ഡെഫിഷ്യൻസി ഡിസീസസ്, വിറ്റമിൻസും രോഗങ്ങളും എടുക്കുക. SCERT ബുക്കാണ്, 7 പേജാണ് ഉള്ളത്, 1 മാർക്ക് കിട്ടും. ഫാക്റ്റ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുക്കുക. SCERTയിൽ 6 പേജ് ഉണ്ട്, 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട് എടുക്കുക. SCERTയിൽ 1 പേജാണ് ഉള്ളത്, 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ബോയൻ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽ ലോ, 6 പേജാണ് ഉള്ളത്, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി 3 പേജാണ് ഉള്ളത്, 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ISROയുടെ സ്പേസ് മിഷൻ എഴുതാനുണ്ട്. ഓക്കെ. അപ്പൊ ISROയുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് ഏതൊക്കെ സ്പേസ് മിഷൻ നടന്നിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. സാറ്റലൈറ്റും സ്പേസ് ഷിപ്പും നാസയും EU എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക, എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആയി. സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഓക്കെ, കെമിസ്ട്രി ആണ്. SCERT ബുക്ക് എടുക്കുക, 2 പേജ് ഉണ്ട്, 1 മാർക്ക് കിട്ടി. അക്വാറീജിയ 2 പേജ് ഉണ്ട്, ഫാക്റ്റ് ആണ്. SCERT 1 മാർക്ക് കിട്ടി. ആസിഡ് ബേസ് pH വാല്യൂ ഉണ്ട്, ഫാക്റ്റ് ആണ്. 5 പേജ് ഉണ്ട്, 1 മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? എന്നിട്ട് നോബൽ പ്രൈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബാക്കി കിട്ടിയവരുടെ എഴുതി വെക്കുക. 2023-25 ഇതിലെ കറണ്ട് അഫയേഴ്സ് എല്ലാം എഴുതി വെക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിരിക്കണം. ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ബുക്കിൽ എഴുതി വെക്കേണ്ടത്. ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തം 13 മാർക്കായി ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ. 2 മണിക്കൂർ റിലാക്സ് ചെയ്യുക. ഓക്കെ. കാരണം ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഒരുപാട് ഞാൻ സ്റ്റേപ്പ് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ആക്ച്വലി ഫാക്ട് ബേസ് ആണ്. ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കണം എന്ന പരിപാടി പോകും. ഇതിന്റെ ഇടയിൽ ഡെൻസിറ്റിയും റിലേറ്റീവ് ഡെൻസിറ്റി മാത്രമേ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുന്ന കാര്യങ്ങൾ ബോയൻ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഏതാണോ ഫാക്ട് പറഞ്ഞിരിക്കുന്നത് അത് ഫാക്ട് ആയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങരുത്, നമുക്ക് സമയമില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ. ഇനി 7 മണി മുതൽ 8 മണി വരെ നമ്മൾ എന്താണോ പഠിച്ച് നമ്മൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചിട്ടുണ്ടാവണം. ഓക്കെ. സെപ്റ്റംബർ 27 വരെ 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ചിട്ടുണ്ടാവണം. കാരണം നമുക്ക് കുറച്ചുകൂടി ടൈം ആവശ്യമുള്ളതാണ്. ഉറക്കം വരിക, പ്രോബ്ലം വരിക, അങ്ങനൊന്നും പറ്റില്ല. ഏർലി ഡിന്നർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. എന്നിട്ട് IT-ന്ന് 3 ഭാഗങ്ങൾ പഠിക്കുക. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡിവൈസസ്. ഓക്കെ, 1 മാർക്ക് കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് ബുക്ക് എടുക്കുക, SCERTയുടെ. മെമ്മറി ഡിവൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്, 1 മാർക്ക്. എന്ത് ചെയ്യാം, ഇതെല്ലാം SCERTയുടെ +2 +1 കമ്പ്യൂട്ടർ സയൻസ് ബുക്ക് എന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ. എന്നിട്ട് ഒരു 3 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു. 11 മണിയാവുമ്പോൾ കിടന്നുറങ്ങും. ഓക്കെ. കാരണം നമുക്ക് 5:30 6 o'clock എണീക്കാനുള്ളതാണ്. 7 o'clock നമുക്ക് എന്ത് ചെയ്യണം, നൈറ്റിൽ എന്താ പറയുക, ഡിന്നർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? എന്നാലേ ഹെൽത്തും ബെറ്റർ ആവുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് പനി പിടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരാനോ അതൊന്നും നമുക്ക് സമയമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഓക്കെ നമ്മൾ 17 മാർക്ക് നേടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കോൺഫിഡൻസ് വരും. സിംഗിൾ ഡേയിൽ നമ്മൾ 17 മാർക്ക് നേടിയിട്ടുണ്ട്, പേപ്പർ 1. ഓക്കെ. ഇത് കഴിയാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഈ സംഭവം നമുക്ക് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ 17 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ ഡേ 3 നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യുന്നതായിരിക്കും. എന്നാലേ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അന്ന് രാത്രി, അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 30th ആണല്ലോ. അപ്പൊ 30th രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, അതിനാണ് 11 മണി കിടന്നുറങ്ങാൻ പറയുന്നത്. എന്താണോ പഠിച്ചത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി നോക്കുക. സാർ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ, അതിനുള്ള സൊല്യൂഷനാണ്. എന്താണോ പഠിച്ചത് റിമെമ്പർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുശേഷം പിറ്റേ ദിവസം
എഴുന്നേറ്റ ഉടനെ ഇതേ GK ബുക്കും കറണ്ട് അഫെയർ ബുക്കും ഒന്ന് വായിച്ചു നോക്കുക ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് പേപ്പർ 2 അതിന്റെ ഡെഫിനിഷൻ, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്. ഇതിനു വേണ്ടി നിങ്ങൾ വായിക്കാൻ പോകുന്ന കാര്യം NCERTയുടെ +1 +2 ബുക്കാണ്. 3 മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? 3 മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ആഫ്റ്റർനൂൺ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് പുതിയ സബ്ജക്റ്റ് ആണ്. സാർ ഞങ്ങൾ കൊമേഴ്സ് പഠിച്ചവരാണ്, എന്നാലും ഇത് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. വെറുതെ ചാടി കയറി ഒരുപാട് ടോപ്പിക് കഴിക്കല്ല നമ്മുടെ ലക്ഷ്യം. പഠിക്കുന്നത് ഇഫക്റ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരെ അല്ല തന്നെയായിരുന്നു. ഈവനിങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറസ്റ്റ്, ഡെസേർട്സ്, അക്വാറ്റിക് സിസ്റ്റം, എൻവയോൺമെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, വാട്ടർ, എയർ ആൻഡ് സോയിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ്സ്, മെറ്റൽ, ഗ്യാഷ്യസ് പൊല്യൂട്ടൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന NCERT ബുക്ക് എന്നാണ്, എൻവയോൺമെന്റിന്റെ ബുക്ക് എന്നാണ്. 3 മാർക്ക് കിട്ടി. രണ്ടാമത്തെ ദിവസം 6 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അടുത്ത പ്രശ്നം, സാർ ഒന്നാം ദിവസം 17 മാർക്ക് കിട്ടി, രണ്ടാം ദിവസം 6 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. മക്കളെ ബാലൻസ് ചെയ്യണ്ടേ? ഓക്കെ, ഈ പേപ്പർ 2 എന്താ പറയാ, എല്ലാം കൂടി ഒരു ദിവസം പഠിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ഓക്കെ, ഒരാൾക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, 6 ആഴ്ച ഉണ്ടല്ലോ, സമാധാനമായിട്ട് ഇരിക്കും. ഓക്കെ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സെയിം എക്സസൈസ് ചെയ്യുക. എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത് ഓർത്ത് നോക്കുക. മോർണിംഗ് എണീക്കുക, ആ ബുക്ക് കയ്യിലുണ്ടാവണം. എന്നിട്ട് റിവൈസ് ചെയ്യുക എന്തൊക്കെയാണോ പഠിച്ചത് യെസ്റ്റർഡേ. അതിനുശേഷം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ആക്റ്റീവ് പാസീവ് വോയിസും പഠിക്കുക മോർണിംഗിൽ. അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പായി. ആഫ്റ്റർനൂണിൽ ഉറക്കമൊക്കെ വരുന്ന സമയമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് മാത്സ് പഠിക്കാം. ക്ലോക്കും കലണ്ടറും ഡയറക്ഷനും മോഡോമാസും പഠിക്കുക. 4 മാർക്കായി. അന്നത്തെ ദിവസം നമുക്ക് എത്ര കിട്ടി? 7 മാർക്ക് കിട്ടി. സർ കുറച്ച് തന്നിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറച്ച് തീരാവുന്ന കാര്യങ്ങളാണ്. അതില് ഈവനിങ്ങിൽ 2 ദിവസം നമ്മൾ പഠിച്ചില്ലേ, അതിനെ റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോഴാ മാർക്ക് ഉറപ്പാവുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഇപ്പൊ മനസ്സിലായോ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്താണ്, വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എക്സാമുകളിൽ പോയിട്ട് മറന്നുപോയി എന്നുള്ള പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കുറെ പേര് കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ട്. ഞാൻ കോഡൊന്നും തരാറില്ല. കാരണം കോഡ് തരാന്ന് പറഞ്ഞാൽ ബിറ്റ് വയ്ക്കുന്ന ഈക്വൽ ആണ്. അവസാനം ബിറ്റ് വെച്ച് മെയിൻ ബിറ്റ് വെക്കേണ്ടി വരും. അതായത് ഏത് ബിറ്റ് എവിടെയാന്ന് അറിയില്ല. പിന്നെ കോഡ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, മൈൻഡ് ഫ്രഷ്നർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ഇട്ടുണ്ടാവും, @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 എന്നുള്ളത്. ആ ടെസ്റ്റ് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. 2 ദിവസം നടന്ന കാര്യങ്ങൾ. ഡേ 4 എടുക്കുക. വീണ്ടും പേപ്പർ 1 ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഹിസ്റ്ററി എന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫി എന്നാണ്. ഓക്കെ, എർത്ത് സ്ട്രക്ചർ, റോക്ക്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ. NCERT ആണ് സിലബസ്. ഓക്കെ അല്ല, സിലബസ് അല്ല, സോഴ്സ് +1 +2 ബുക്കാണ്. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സാർ ഞങ്ങളിത് പഠിക്കില്ല, നമുക്ക് മാക്സിമം മാർക്ക് വേണം, 160 മാർക്ക് വേണം. ഓക്കെ അല്ലേ? 1 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കുക. ട്രാൻസ്പോർട്ടിൽ റോഡ്, വാട്ടർ, റെയിൽവേസ് ഉണ്ട്. ഇതിൽ PM ഗതിശക്തിയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ പാമ്പൻ പാലം, ചിന ബ്രിഡ്ജ്, എന്താ പറയുക, നമ്മുടെ അഞ്ചിഗഡ് ബ്രിഡ്ജ്, എയർ ഇന്ത്യ ക്രാഷ് 2025, റെയിൽവേസ്, വന്ദേ ഭാരത്, അതൊക്കെ നോക്കുക. നോക്കിയതിനു ശേഷം ഗ്ലോബൽ വാർമിൽ COP മീറ്റിംഗ് എവിടെ നടന്നു നോക്കുക. മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസിന്റെ പേര് എഴുതി വെക്കുക. ഓക്കെ അല്ലെ? ഗ്രീൻ ഹൈഡ്രജൻ എടുത്ത് നോക്കുക. നാഷണൽ സോളാർ മിഷൻ എടുത്ത് നോക്കുക. റിമോട്ട് സെൻസിംഗിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. 1 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഡേ 4 ഈവനിങ്, ആഫ്റ്റർനൂൺ ടൈം ഇല്ല, ഇതൊക്കെ എഴുതി വെക്കണ്ടേ? ഓക്കെ അല്ലേ? ഡേ 4 ഈവനിൽ 2 ടോപ്പിക് നോക്കുക. ഒന്നിന്റെ പേര് 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്. ഓക്കെ, ഇത് രണ്ടും നോക്കേണ്ടത് NCERTയുടെ +2 ബുക്ക് എന്നാണ് നോക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ബേസ് ആണ്, ഡീറ്റെയിൽ ആയി പഠിക്കണം. 2 എണ്ണം. ഓക്കെ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സെയിം എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക. ഈ ഡേ 4 നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഡേ 4 എന്താണോ പഠിച്ചത് അത് രാത്രി ആലോചിച്ചല്ലോ, രാവിലെ എണീറ്റ ശേഷം ബുക്ക് എടുക്കുക, വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നൈറ്റ് വരെ നമുക്ക് ഇത്രേ ടോപ്പിക് പഠിക്കാനുള്ളൂ. കേരള എക്കണോമി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്,
സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഓക്കെ, എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഇൻകം, റിസോഴ്സ് മൊബിലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമാണ്. 5 മാർക്ക് കിട്ടും. ഓക്കെ, കേരള എക്കണോമിക് റിപ്പോർട്ടും പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ടുമാണ് സോഴ്സ്. ഈ സോഴ്സ് നോക്കാനും ഇത് പഠിക്കാനും ഒക്കെ എന്ത് ചെയ്യും, ടൈം എടുക്കും. അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കില്ല, റിവൈസ് ചെയ്യുന്നു, ഇത് മാത്രം പഠിക്കുന്നു, നൈറ്റ് വരെ തന്നെ പഠിക്കുന്നു. ഓക്കെ അല്ലേ? ഡേ 6 നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ലോ ഓഫ് എക്സ്പോണൻഷ്യൽ പ്രോഗ്രഷൻ ഇതാണ് പഠിക്കാൻ പോകുന്നത്. 4 മാർക്ക് 4 ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു പ്രാവശ്യം ഇത് ചെയ്യുള്ളൂ അല്ല മക്കളെ, വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, മാത്സ് ഒക്കെ റിവൈസ് ചെയ്യുന്നതായിരിക്കും. സമാധാനത്തിൽ ഇരിക്കുക. ഓക്കെ, ഇത് പറയുന്ന എന്ത് ചെയ്യുക ഫുൾ ഡേ അതിൽ പോയി. ഓക്കെ, ഇനി ആ ഡേ 6 നമുക്ക് എന്തുണ്ട്, റിവിഷൻ ഉണ്ട്. ആ റിവിഷൻ എന്ത് ചെയ്യണം, ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, അതിനുശേഷം ഡേ 7 7/5/8/2025 നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 33 മാർക്ക് ഉണ്ട്. ആ 33 മാർക്ക് ഉറപ്പിക്കണം. ഓൾറെഡി നിങ്ങൾ ഇടയിൽ റിവിഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ 3 ഡേയ്സിലും. ഓക്കെ, ഉറങ്ങുന്നതിന് മുമ്പ് റിവിഷൻ ഉണ്ട്, മോർണിംഗിൽ റിവിഷൻ ഉണ്ട്. അപ്പൊ അതിനുശേഷം @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ആ ചാനലിലുള്ള ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡേ 7 കംപ്ലീറ്റ്ലി എന്തിനു വയ്ക്കുക, റിവിഷൻ വയ്ക്കുക, റിവൈസ് ചെയ്യുക, എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ 6 ആഴ്ചയിലെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുക. യു വിൽ ഗെറ്റ് എന്ത്, സെക്രട്ടറി അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ചില പ്രത്യേക ഭാഗങ്ങളെ നോക്കുള്ളൂ. ഓക്കെ, നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ആവും. നമുക്ക് കറണ്ട് അഫയർ നമ്മളെല്ലാം നോക്കാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിൽ ഇതേപോലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.